90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഹണ്ട് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ബിനീഷ് കോടിയേരിയുടെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് പൂർത്തിയായി. അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി ബിനീഷിന്റെ കുടുംബം. കുട്ടിയെ വീട്ടുതടങ്കലിൽ വെച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ അന്വേഷണം. റെയ്ഡിൽ ഐഫോണും രേഖകളും കസ്റ്റഡിയിലെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നതെല്ലാം ചെയ്യട്ടെയെന്ന് ബിനീഷ് കോടിയേരി. ഇഡിക്കെതിരായ CPIM നീക്കം പുതിയ തലത്തിലേക്ക്. ഇഡി ഉന്നതരെ നിയമസഭാ സമിതി വിളിപ്പിച്ചേക്കും. ഇഡിക്കെതിരെ നിയമസഭാ അവകാശ സമിതിക്ക് പരാതി നൽകി ജെയിംസ് മാത്യു MLA. ലൈഫ് പദ്ധതി തടസ്സപ്പെടുത്താനുള്ള നീക്കമെന്ന് പരാതി. കള്ളപ്പണക്കേസിൽ തിരുവനന്തപുരം സ്വദേശി അബ്ദുൽ ലത്തീഫിനെ ഇഡി ചോദ്യം ചെയ്യും. കോൺസുലേറ്റിലെ വിവിധ കരാറുകൾക്ക് $2 ലക്ഷം കമ്മീഷൻ നൽകിയതിലാണ് അന്വേഷണം. കമ്മീഷൻ നൽകിയത് വിസ സ്റ്റാമ്പിംഗ് ഏജൻസിയായ UAFX സൊല്യൂഷൻസ്, ഫോർത്ത് ഫോഴ്സ് എന്നിവയ്ക്ക്. ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് അബ്ദുൽ ലത്തീഫ് എന്ന് ഇഡി. ബിനീഷ് കോടിയേരിയുടെ സുഹൃത്ത് മുഹമ്മദ് അനസിന് എൻഫോഴ്സ്മെന്റ് നോട്ടീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. അനസിന്റെ ധർമ്മടത്തെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് പൂർത്തിയായത് അർദ്ധരാത്രിയോടെ. ലൈഫ് മിഷനും കെ ഫോണും ഉൾപ്പെട്ട സർക്കാർ പദ്ധതികളുടെ രഹസ്യ വിവരങ്ങൾ സ്വപ്ന സുരേഷിന് M ശിവശങ്കർ ചോർത്തി നൽകിയെന്ന് എൻഫോഴ്സ്മെന്റ്. M ശിവശങ്കർ ദുരൂഹ ഇടപാടിന്റെ ഭാഗമെന്നും ഇഡി. കസ്റ്റഡി കാലാവധി 6 ദിവസം കൂടി നീട്ടി. ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപനങ്ങളിലും ബിഷപ്പ് KP യോഹന്നാന്റെ വീട്ടിലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. പരിശോധിക്കുന്നത് വിദേശ നിക്ഷേപം സ്വീകരിച്ചതിന്റെ വിവരങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും സംഘത്തിൽ. സോളാർ ലൈംഗിക പീഡന കേസിൽ കൊച്ചിയിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പ്. മരടിലെ ഹോട്ടലിൽ പരാതിക്കാരി എത്തിച്ച് തെളിവെടുത്തു. ഉന്നത പദവികളിൽ ഇരുന്നവർക്കെതിരെയാണ് ആക്ഷേപമെന്ന് പരാതിക്കാരി. അന്വേഷണം വൈകുന്നുവെന്ന പരാതിയില്ലെന്നും വിശദീകരണം. ലാവ്ലിൻ കേസിന്റെ വിചാരണ നീട്ടണമെന്നാവശ്യപ്പെട്ട് വീണ്ടും CBI സുപ്രീം കോടതിയിൽ. കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ടെന്ന് CBI. 2 ആഴ്ച സമയം വേണമെന്നും പ്രധാന രേഖകൾ കോടതിയിൽ എത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും CBI സുപ്രീം കോടതിയിൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും. വിധിയെഴുതുന്നത് 78 മണ്ഡലങ്ങൾ. വോട്ടെണ്ണൽ 10-ന്. ജനവിധി തേടുന്നത് 1195 സ്ഥാനാർത്ഥികൾ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ജയത്തിനരികെ 264 ഇലക്ടറൽ വോട്ടുകൾ ഉറപ്പാക്കി. വിജയമുറപ്പിച്ചതിന്റെ സൂചനയായി പാരീസ് ഉടമ്പടിയിൽ തിരികെ എത്തുമെന്ന് ബൈഡന്റെ ട്വീറ്റ്. വോട്ടെണ്ണൽ നിർത്തണമെന്നാവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് കോടതിയിൽ. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് വിമർശനം. അധികാരം പിടിച്ചുവാങ്ങാൻ ശ്രമിക്കരുതെന്ന് ജോ ബൈഡൻ. കോഴിക്കോട് ഉണ്ണിക്കുളം വള്ളിയോത്ത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു പീഡനം. കുട്ടി ചികിത്സയിൽ. പോലീസ് അന്വേഷണം തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് PC ജോർജ് MLA നൽകിയ ഹർജി തള്ളി ഹൈക്കോടതി. കോവിഡ് പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നായിരുന്നു ആവശ്യം. പൊതുജനാരോഗ്യത്തെ മുൻനിർത്തി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. റിപ്പബ്ലിക് TV എഡിറ്റർ അർണബ് ഗോസ്വാമിയുടെ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്ന് വാദം. കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന പോലീസിന്റെ അപേക്ഷയും പരിഗണിക്കും. അർണബ് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി. 10% മുന്നാക്ക സംവരണം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. ചില സംഘടനകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്ന് മന്ത്രി KT ജലീൽ. വയനാട് പടിഞ്ഞാറത്തറയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് വേൽമുരുകന്റെ മൃതദേഹം സംസ്കരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 5 പേർക്ക് വേണ്ടി തെരച്ചിൽ. സമീപ ജില്ലകളിലെ മുന്നറിയിപ്പ്. അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച് DYSP. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കൊല്ലപ്പെട്ട വേൽമുരുകന്റെ കുടുംബം. സോളാർ ലൈംഗിക പീഡന കേസിൽ കൊച്ചിയിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പ്. മരടിലെ ഹോട്ടലിൽ പരാതിക്കാരി എത്തിച്ച് തെളിവെടുത്തു. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 50,000 കടന്നു. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 50,209 പോസിറ്റീവ് കേസുകളും 704 മരണവും. രോഗമുക്തി നിരക്ക് 92% പിന്നിട്ടു. വാളയാർ കേസിൽ സർക്കാർ അഭിഭാഷകർ മാതാപിതാക്കളെ കണ്ടു. ദുരൂഹ മരണം നടന്ന ഒറ്റമുറി വീടും അഭിഭാഷക സംഘം പരിശോധിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അപര്യാപ്തത ഉണ്ടെങ്കിലും ഉള്ള തെളിവുകൾ പോലും വിചാരണ കോടതിയിൽ കൃത്യമായി എത്തിയിരുന്നില്ലെന്ന് സർക്കാർ അഭിഭാഷകർ. സന്ദർശനം കേസിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ വാദം തുടങ്ങാനിരിക്കെ. ദേശീയ വാർത്തകൾ.
ജമ്മു കശ്മീരിലെ RS-പുര അതിർത്തിയിൽ തുരങ്കപാതയുടെ ഭാഗം കണ്ടെത്തി. BSF അന്താരാഷ്ട്ര അതിർത്തിയിൽ നടത്തിയ തെരച്ചിലിലാണ് തുരങ്കം കണ്ടെത്തിയത്. നുഴഞ്ഞുകയറ്റത്തിന് ഉപയോഗിച്ചതാകാമെന്ന് സംശയം. അന്വേഷണം പുരോഗമിക്കുന്നു. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷം മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കുറവുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സമീപ ഭാവിയിൽ തീവ്രവാദം പൂർണ്ണമായും വേരോടെ പിഴുതെറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും രാജ്നാഥ് സിംഗ്. കോവിഡ് വ്യാപനം തടയാൻ ഉപയോഗിക്കുന്ന അണുനാശിനി ടണലുകൾ നിരോധിക്കണമെന്ന് സുപ്രീം കോടതി. മനുഷ്യരുടെ മേൽ അൾട്രാവയലറ്റ് രശ്മികളും ഫ്യൂമിഗേഷനും പ്രയോഗിക്കരുതെന്നും കേന്ദ്രത്തിന് നിർദ്ദേശം. ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കോടതി. മിസോറാമിൽ 65 പേർക്ക് കൂടി കോവിഡ്. രോഗം ബാധിച്ചവരുടെ എണ്ണം 2958ആയി. 521 പേർ ചികിത്സയിൽ. ലവ് ജിഹാദിനെതിരെ ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ച് BJP MP അനിൽ ഫിറോജിയ. ഉജ്ജയിനിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് അനിൽ ഫിറോജിയ. ഒഡീഷയിൽ കോവിഡ് വ്യാപനത്തിന് രണ്ടാം ഘട്ടത്തിന് സാധ്യതയെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക്. ഡിസംബർ രണ്ടാം വാരത്തോടെ രണ്ടാം വ്യാപനം ഉണ്ടായേക്കും. ദീപാവലി ആഘോഷങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും നിർദ്ദേശം. കർണാടകയിൽ മയക്കുമരുന്ന് സംഘം പിടിയിൽ. ബിറ്റ്കോയിൻ തട്ടിപ്പും ഇവർ നടത്തിയെന്ന് സിറ്റി ക്രൈംബ്രാഞ്ച്. 1/2 കിലോ കഞ്ചാവ് പിടികൂടി. അജ്മീറിലെ ദേരത്ത് യുവതിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. ഗ്രാമത്തിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായിട്ടില്ലെന്നും കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഉപേക്ഷിച്ചതാകാമെന്നും പോലീസ്. സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അടുത്ത വർഷം ജനുവരി 31 നടത്തുമെന്ന് CBSE. കോവിഡ് പശ്ചാത്തലത്തിൽ നവംബർ 7 മുതൽ സെന്ററുകൾ മാറ്റാനാകുമെന്ന് അധികൃതർ. സെന്ററുകൾ നിശ്ചയിക്കേണ്ട അവസാന തീയതി നവംബർ 16. ഡൽഹിയിൽ വ്യാജ വെബ്സൈറ്റ് വഴി ജോലി വാഗ്ദാനം ചെയ്യുന്ന സംഘം പിടിയിൽ. സൈബർ പ്രൊട്ടക്ഷൻ അവയർനെസ് ആൻഡ് ഡിറ്റക്ഷൻ സെന്ററാണ് സംഘത്തെ പിടികൂടിയത്. നിരവധി പേരിൽ നിന്നിവർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയിട്ടുണ്ടെന്ന് അധികൃതർ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ പ്രവേശിക്കുന്നതിനുള്ള പാസ് സംവിധാനം റദ്ദാക്കി. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് കളക്ടർ. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും പ്രവേശനാനുമതി. വിശാഖപട്ടണത്ത് സ്റ്റീൽ പ്ലാന്റിൽ സ്ഫോടനം. ഓയിൽ ചോർച്ചയാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. തീ നിയന്ത്രണ വിധേയമെന്ന് ഫയർഫോഴ്സ്. 2021 ഫെബ്രുവരി 24 വരെ വിമാന കമ്പനികൾക്ക് 60% ആഭ്യന്തര വിമാന സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിയുകയെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. ബീഹാറിൽ ബോട്ടപകടം. നിരവധി പേരെ കാണാതായി. 100-ലധികം പേർ ബോട്ടിലുണ്ടായിരുന്നുവെന്ന് സൂചന. അപകടം ബഗൽപൂരിയിലെ നൌഗച്ചിയ പ്രദേശത്ത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഒഡീഷ നിയമസഭയുടെ ശീതകാല സമ്മേളനം ഈ മാസം 20 മുതൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഡിസംബർ 31 വരെ തുടരും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സമ്മേളനം. നടി ദീപിക പദുക്കോണിന്റെ മാനേജർ കരിഷ്മ പ്രകാശ് ചോദ്യം ചെയ്യലിന് ഹാജരായി. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിലാണ് ചോദ്യം ചെയ്യൽ. മഹാരാഷ്ട്രയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെയുള്ള ഇടങ്ങളിൽ സിനിമാ തിയേറ്ററുകൾ തുറന്നു. പ്രവർത്തനം 50% സീറ്റിംഗ് കപ്പാസിറ്റിയിൽ. പ്രവേശനം കർശന നിയന്ത്രണങ്ങളോടെ. കർണാടക മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വിനയ് കുൽക്കർണി CBI കസ്റ്റഡിയിൽ. BJP നേതാവായിരുന്ന യോഗേഷ് ഗൌഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന്റെ ഭാഗമായാണ് നടപടി. ധർവാഡിൽ നിന്നുള്ള BJP നേതാവ് യോഗേഷ് കൊല്ലപ്പെട്ടത് 2016. ഗുജറാത്തിലെ പിപ്രാജ് നഗറിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 12ആയി. 3 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം. 2 മരണം. അപകടം ദേക്കു ജില്ലയിലെ റായ്ഗഡിൽ. 16 പേർക്ക് പരുക്ക്. ഉത്തർപ്രദേശിലെ റാംപൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചെന്ന് പരാതി. കടുത്ത ചുമയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ യുവാവിന് ഇഞ്ചക്ഷൻ മാറിയെടുത്തെന്ന് ബന്ധുക്കൾ. ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം. അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 12,30,991. 4,84,37,596 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3,46,73,348 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. അമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. 99 ലക്ഷം കടന്ന് രാജ്യത്തെ കോവിഡ് ബാധിതർ. കണക്ക് പുറത്തുവിട്ട് ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. ആകെ മരണം 2,39,829. ഇംഗ്ലണ്ടിൽ ലോക്ഡൌൺ നിയന്ത്രണം പ്രാബല്യത്തിൽ. 1 മാസം നീണ്ടു നിൽക്കുന്ന നിയന്ത്രണം അവസാനിക്കുക അടുത്ത മാസം 2-ന്. നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് നഗരത്തിലെ റെസ്റ്റോറന്റുകളിലും ബാറുകളിലും അനുഭവപ്പെട്ടത് വൻ തിരക്ക്.
മാധ്യമരാജാവ് റൂബർട്ട് മർഡോക്കിന്റെ മാധ്യമ ആധിപത്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി കെവിൻ റൂഡ് നൽകിയ പരാതിയിൽ 5 ലക്ഷത്തിലധികം പേർ ഒപ്പിട്ടു. പരാതി പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. മധ്യ അമേരിക്കയിൽ ആഞ്ഞടിച്ച് ഏറ്റ ചുഴലിക്കാറ്റ്. മരണം 3 നിക്കറാഗ്വയിലും ഹോണ്ടുറാസിലും കനത്ത മഴയും മണ്ണിടിച്ചിലും. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കുടുങ്ങി 12ഓളം മത്സ്യത്തൊഴിലാളികൾ. നീർന്ന ഇനത്തിൽപ്പെട്ട 17 ലക്ഷത്തോളം വരുന്ന മിങ്കുകളെ കൊല്ലാൻ ഉത്തരവിട്ട് ഡെൻമാർക്ക്. മിങ് ഫാമുകളിൽ നിന്ന് കൊറോണ വൈറസ് വ്യാപകമായി പടരുന്നുവെന്ന് കണ്ടെത്തിയെന്ന അധികൃതർ. സ്പെയിൻ ഇതിനോടകം 1 ലക്ഷം മിങ്കുകളെ കൊന്നൊടുക്കിയിരുന്നു. 2 കോവിഡ് വാക്സിൻ കരാറുകളിൽ കൂടി ഒപ്പുവെച്ച് ഓസ്ട്രേലിയ. മരുന്ന് കമ്പനികളായ നോവാവാക്സിനുമായും ഫൈസറുമായും കരാറിൽ ഒപ്പുവെച്ചു. ഇനി കമ്പനികളിൽ നിന്നുമായി 40 മില്യൺ ഡോസ് വാക്സിനുകൾ വാങ്ങും. ആസ്ട്രാസെനേക്കയുടെ കോവിഡ് വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണം ചിലയിൽ തുടങ്ങും. പരീക്ഷണത്തിന് അംഗീകാരം നൽകി ചിലെ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി. സെനോവാക്, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനികളുടെ വാക്സിൻ പരീക്ഷണം രാജ്യത്ത് പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ആദ്യ H1N1 വൈറസ് ബാധ സ്ഥിരീകരിച്ച് കാനഡ. രോഗം സ്ഥിരീകരിച്ചത് പടിഞ്ഞാറൻ പ്രവിശ്യയായ ആൽബർട്ടയിൽ. രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. ചൈനയിലെ ഷാൻഷി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ സ്ഫോടനം. 4 മരണം, നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. 4 പേരെ കാണാതായി. ഖനിയിൽ കുടുങ്ങിയ 34 ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഇറ്റലിയുടെ സാമ്പത്തിക തലസ്ഥാനമായ മിലനിൽ ഭാഗിക ലോക്ഡൌൺ. രോഗവ്യാപനം കണക്കിലെടുത്ത് രാജ്യത്ത് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 സോണുകളായി. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തി ഉത്തര കൊറിയ. മന്ത്രിസഭയായ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയുടേതാണ് തീരുമാനം. പൗരന്മാരുടെ ജീവിതവും ആരോഗ്യവും സംരക്ഷിക്കുകയാണ് പുകയില നിരോധന നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ. ബ്രിട്ടനിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി ചൈന. രാജ്യത്തെ കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് നടപടി. വിസകളും താമസാനുമതിയും കൈവശമുണ്ടെങ്കിൽ പോലും ബ്രിട്ടനിൽ നിന്നുള്ള ചൈനീസ് ഇതര പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശനമില്ല. ഐവറി കോസ്റ്റിൽ നടന്ന വെടിവെപ്പിൽ 2 മരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ ആക്രമണങ്ങൾ തുടരുന്നു. പ്രസിഡന്റ് അലക്സിയൻ ഔട്ടാരയുടെ വിജയം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷം. വേദിയിൽ ആക്രമണത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന് ഓസ്ട്രിയ. ആക്രമണത്തെക്കുറിച്ച് ചെക്കോസ്ലോവാക്യ നൽകിയ മുന്നറിയിപ്പ് കണക്കിലെടുത്തില്ലെന്ന് ഓസ്ട്രിയൻ ആഭ്യന്തരമന്ത്രി. ഭീകരർ ഓസ്ട്രിയയിലെത്തിയിട്ട് 1 വർഷമായെന്നും വ്യക്തിയായുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുവെന്നും സ്ലോവാക്യ ഓസ്ട്രിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മൗറീഷ്യസ് തീരത്ത് എണ്ണ നീക്കം ചെയ്യൽ ജനുവരിയോടെ പൂർത്തീകരിക്കാനാകുമെന്ന് വിലയിരുത്തൽ. ജാപ്പനീസ് ചരക്കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ചോർന്നത് 1000 ടൺ ഇന്ധനം. അപകടമുണ്ടായത് ഓഗസ്റ്റിൽ. 39ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തക മേളയ്ക്ക് എക്സ്പോ സെന്ററിൽ തുടക്കം. പുസ്തകോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത് 30ലേറെ ഭാഷകളിലായി 80,000-ഓളം പുതിയ പുസ്തകങ്ങൾ. കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ അബുദാബിയിൽ പ്രവേശിക്കുന്നതിന് കൂടുതൽ നിബന്ധനകൾ. ഞായറാഴ്ച മുതൽ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് എത്തുന്നവർ 4 ദിവസത്തിൽ കൂടുതൽ തങ്ങിയാൽ 4 ദിവസം PCR പരിശോധന നടത്തണം. IPL ആദ്യ ക്വാളിഫയർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വിജയിക്കുന്ന ടീമിനെ നേരിട്ട് ഫൈനലിൽ പ്രവേശിക്കാം. വൈകിട്ട് 7:30 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഡിയേഗോ മറഡോണയ്ക്ക് ആശംസകൾ നേർന്ന ലയണൽ മെസ്സി. ഉടൻ സുഖം പ്രാപിക്കട്ടെ എന്നും നേരിൽ കാണാൻ കാത്തിരിക്കുന്നുവെന്നും ലയണൽ മെസ്സി. ചെൽസി താരം കായ് ഹവേർട്സിന് കോവിഡ്. താരത്തിന്റെ രോഗബാധ സ്ഥിരീകരിച്ച ചെൽസി പരിശീലകൻ ഫ്രാങ്ക് ലംപാർഡ്. ഈ ആഴ്ചയിൽ നടക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരം താരത്തിന് നഷ്ടമാകും. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ മാർലോൺ സാമുവൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡാണ് വിരമിക്കൽ പ്രഖ്യാപനം അറിയിച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണ, യുവന്റസ്, ചെൽസി, ബൊറൂസിയ ഡോട്ട്മുണ്ട് ടീമുകൾക്ക് ജയം. യുക്രൈൻ ക്ലബ് ഡിനാമോ കീവിനെതിരെ 1-3 ഗോളുകൾക്കാണ് ബാഴ്സയുടെ ജയം. ജില്ലാ വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. 13-കാരിയായ കൊച്ചുമകളെ പീഡിപ്പിച്ച ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. 60-കാരനായ ഓട്ടോ ഡ്രൈവർ പലതവണ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് പരാതി. സംഭവം പുറത്തറിഞ്ഞത് പെൺകുട്ടി ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന്. കൊല്ലം കടക്കലിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് ചിത്ര സ്വദേശി ഷറഫുദ്ദീൻ. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു.
കൊല്ലം പുനലൂരിൽ പുതുതായി അനുവദിച്ച പോക്സോ കോടതിയുടെ ഉദ്ഘാടനം ഇന്ന്. ചെമ്മന്തൂരിൽ ആരംഭിക്കുന്ന കോടതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജു നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോട്ടയത്ത് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് നടന്ന മാർച്ച് പോലീസ് തടഞ്ഞു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് യുവമോർച്ച നേതാവ്. പാലാ പൊൻകുന്ന റോഡിൽ ഇളംകുളം പനമറ്റം കവലയിൽ ചരക്ക് ലോറി മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് സീതത്തോട് നിന്ന് ആലുവയ്ക്ക് പോയ ലോറി. ആർക്കും പരുക്കില്ല. ആലപ്പുഴ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നിബന്ധനകൾ പാലിച്ച് നടത്താൻ അനുമതി. മണ്ണാറശാല ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം, തുറവൂർ മഹാക്ഷേത്രത്തിലെ തിരുവുത്സവം എന്നിവ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തും. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 2 റവന്യൂ ഉദ്യോഗസ്ഥരെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടി. പിടിയിലായത് റവന്യൂ ഓഫീസർ PT സുശീലയും റവന്യൂ ഇൻസ്പെക്ടർ CR ശാന്തയും. വീടിന്റെ കരം അടയ്ക്കാനെത്തിയ ആളിൽ നിന്നാണ് കൈക്കൂലി വാങ്ങിയത്. ഇടുക്കിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. അപകടം പുള്ളിക്കാനം DC കോളേജിന് സമീപം. പരിക്കേറ്റ് തൂക്കുപാലം സ്വദേശികളായ ഉബൈദ്, മുബാറക്, ഖാലിദ്, അലിയാർ എന്നിവർ. കൊച്ചി വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനാ സൗകര്യം ഇന്ന് ആരംഭിക്കും. RT-PCR പരിശോധനയുടെ ഫലം 8 മണിക്കൂറിനുള്ളിലും ആന്റിജൻ പരിശോധനാ ഫലം 15 മിനിറ്റിനുള്ളിലും ലഭിക്കും. RT-PCR-ന് 2100 രൂപയും ആന്റിജന് 625 രൂപയുമാണ് നിരക്ക്. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിച്ച നടപടിയെ സ്വാഗതം ചെയ്ത് KCBC. ന്യൂനപക്ഷ ക്ഷേമം, വിദ്യാഭ്യാസം, സാമ്പത്തികം എന്നിവ സംബന്ധിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ കമ്മീഷന്റെ പ്രവർത്തനം പ്രയോജനം ചെയ്യുമെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വികസന രേഖ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോളി കുര്യാക്കോസ് പ്രകാശനം നിർവഹിച്ചു. വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 വർഷത്തെ വികസന നേട്ടങ്ങൾ. മക്ച വിമൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നാളെ മുതൽ. പരിപാടി സംഘടിപ്പിക്കുന്നത് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ. 3 ദിവസം നടക്കുന്ന പ്രദർശനത്തിൽ പ്രദർശിപ്പിക്കുക ലോകമെങ്ങുമുള്ള വനിതാ ചലച്ചിത്ര സംവിധായകരുടെ 18 ചിത്രങ്ങൾ. കുടിവെള്ളമില്ലാതെ എറണാകുളം ആലങ്ങാട് പഞ്ചായത്തിലെ ജനങ്ങൾ. നെരിക്കോട് ഭാഗത്ത് ഉപ്പുവെള്ളമായതിനാൽ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ വെള്ളമെത്താൻ ദിവസങ്ങൾ കാത്തിരിക്കണമെന്ന് നാട്ടുകാർ. തൃശൂരിൽ പരോളിലിറങ്ങിയ പ്രതി ആത്മഹത്യ ചെയ്ത നിലയിൽ. ചെമ്മങ്കണ്ണ സ്വദേശി മുണ്ടക്കൽ സുരയാണ് മരിച്ചത്. കൊലക്കേസ് പ്രതിയാണ്. അയൽവാസികളായ സ്ത്രീകളെ ആക്രമിച്ചതിന് ഒല്ലൂർ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. തിരൂർ നഗരത്തിലെ പണി പൂർത്തീകരിച്ച പാലങ്ങൾക്ക് അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ വൈകുന്നതിന് എതിരെ നിയമ നടപടിക്കൊരുങ്ങി MLA സി മമ്മൂട്ടി. പദ്ധതി വൈകാൻ കാരണം സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണെന്ന് MLA. കൊപ്പം വണ്ടുംതറയിൽ നിർത്തിയിട്ട ലോറിയിൽ ഓട്ടോറിക്ഷ ഇടിച്ച അപകടം. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കൂറ്റനാട് സ്വദേശി മണികണ്ഠൻ ചികിത്സയിൽ. അപകടം ഇന്ന് പുലർച്ചെ. വാളയാറിൽ വൻ കഞ്ചാവ് വേട്ട. ഓട്ടോറിക്ഷയിൽ കടത്തിയ 63 കിലോഗ്രാം കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികളായ ജയശീലൻ, എൽ ഖാദർ, കേശവൻ എന്നിവർ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ആരവം ഇൻഡോർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം 30 ലക്ഷം രൂപ ചെലവഴിച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിലെ ബത്തേരി റേഞ്ചിൽ അപൂർവ ഇനം സൂചിത്തുമ്പിയെ കണ്ടെത്തി. ഇതോടെ കേരളത്തിൽ ആകെ കണ്ടെത്തിയത് 175 ഇനം തുമ്പികളെ. ചതുപ്പ് വിരിച്ചിറകൻ എന്ന തുമ്പിയെയാണ് കണ്ടെത്തിയത്. വയനാട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. ഗതാഗത നിയന്ത്രണം 6-ാം വളവ് മുതൽ 1-ാം വളവ് വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ. പടിഞ്ഞാറത്തറ M മുഹമ്മദ് അലി മാസ്റ്റർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കേരളത്തിലെ മദ്രസ പ്രസ്ഥാനത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ ശ്രദ്ധേയ പങ്കുവഹിച്ചു. മലപ്പുറം കൊണ്ടോട്ടി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഫാൻസി നമ്പറിനെ ചൊല്ലി വിവാദം. പുനർലേലം നടത്തണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി കൊണ്ടോട്ടി സ്വദേശി. ഓൺലൈനിൽ നടന്ന ലേലത്തിൽ സാങ്കേതിക തകരാറ് മൂലം ലേലത്തുക കൂട്ടിവിളിക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മലപ്പുറം ജില്ലയിൽ മോഷ്ടിച്ച ബൈക്കുമായി കറങ്ങി നടന്നയാൾ പിടിയിൽ. തിരൂർ പോലീസിന്റെ പിടിയിലായത് കൊടക്കൽ സ്വദേശി ഉമ്മർ. പ്രതിയെ റിമാൻഡ് ചെയ്തു. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. 5 യാത്രക്കാരിൽ നിന്നായി 81 ലക്ഷം വില വരുന്ന 1559 ഗ്രാം സ്വർണം പിടികൂടി. 2 യാത്രക്കാരിൽ നിന്നായി 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സിഗരറ്റുകൾ പിടിച്ചെടുത്തു. മലപ്പുറം കാസർഗോഡ് സ്വദേശികൾ പിടിയിൽ. ഫറോക്ക് ടിപ്പു കോട്ടയിലെ ഭൂഗർഭ അറയിലെ ചെങ്കൽ ഗുഹ പുരാവസ്തു വകുപ്പ് പരിശോധിച്ചു.
ഗുഹ മഹാശിലായുഗ നിർമ്മിതിയെന്ന് പുരാവസ്തു വകുപ്പ്. 50 സെന്റിമീറ്റർ വീതിയും 70 സെന്റിമീറ്റർ ഉയരവുമുള്ളതാണ് അറയുടെ പ്രവേശന കവാടം. പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പഴശ്ശിരാജ മ്യൂസിയം ഉദ്യോഗസ്ഥൻ കെ കൃഷ്ണരാജ്. കോഴിക്കോട് ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച സ്വർണ്ണാഭരണങ്ങൾ പിടികൂടി. കോഴിക്കോട് ഇന്റലിജൻസ് സ്ക്വാഡ് പിടികൂടിയത് 2 കിലോ സ്വർണം. 6,60,194 രൂപ പിഴയായി ഈടാക്കി. പയ്യോളി നഗരസഭയിൽ കുടുംബശ്രീ സംരംഭമായ സഞ്ചാരി ഹെൽപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തു. സംവിധാനം ഒരുക്കിയിരിക്കുന്നത് 1 ലക്ഷം രൂപ ചെലവിൽ. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള നഗരസഭാ ഓഫീസിലെ ഓൺലൈൻ അപേക്ഷകളും കുടുംബശ്രീ രജിസ്റ്ററുകൾ, ഫോമുകൾ എന്നിവയും ഇവിടെ നിന്ന് ലഭിക്കും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടി. കസ്റ്റംസ് പിടിച്ചെടുത്തത് 32.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 624 ഗ്രാം സ്വർണം. ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് ചെങ്ങല സ്വദേശി സൽമാൻ പിടിയിൽ. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 541 പേർക്ക് കൂടി പട്ടയം അനുവദിച്ചു. കാസർഗോഡ് താലൂക്കിൽ 50 പേർക്കും ഹോസ്ദുർഗ് താലൂക്കിൽ 98 പേർക്കും പട്ടയം ലഭിച്ചു. 283 പേർക്ക് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും അനുവദിച്ചു. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2018-19 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ജില്ലയ്ക്ക് അനുവദിച്ച ചെറുവത്തൂർ, ചിത്താരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും നടന്നു. ഫാക്ട് ചെക്ക്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ദുർഗാപൂജ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞെന്ന് വ്യാജ വാർത്ത. യഥാർത്ഥത്തിൽ പ്രചരിക്കുന്ന ചിത്രം 1 വർഷം പഴക്കമുള്ളത്. ഇമ്രാൻഖാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി ഫ്രഞ്ച് ഭരണകൂടം പാകിസ്ഥാനികളുടെ വീസ റദ്ദാക്കിയെന്ന വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നു. വ്യാജ വാർത്തയുടെ സത്യാവസ്ഥയുമായി സൂര്യശ്രീ ചേരുന്നു. ഫ്രാൻസിനെതിരെ നടക്കുന്ന മതവിദ്വേഷ പ്രചാരണങ്ങൾ സമീപസീമകളും കടന്ന് അതിർത്തി വിട്ടിരിക്കുന്നു. വംശീയതയും വർഗീയതയും നിറയ്ക്കുന്ന വാർത്തകൾ. ഇത്തവണ ഫ്രഞ്ച് ഭരണകൂടവും ഭരണാധികാരി ഇമ്മാനുവൽ മാക്രോണുമാണ് വ്യാജന്മാരുടെ ഇരയായിരിക്കുന്നത്. ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ പാക് സർക്കാർ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയതിന് തിരിച്ചടിയായി 118 പാകിസ്ഥാനികളുടെ വിസ റദ്ദാക്കിയെന്നും 183 പേരുടെ സന്ദർശക വിസ ഫ്രഞ്ച് അധികൃതർ നിരസിച്ചുവെന്നുമാണ് വ്യാജവാർത്ത. പാകിസ്ഥാൻ കോൺസുലേറ്റ് ജനറലിന്റെ ട്വിറ്റർ പേജിലൂടെയാണ് ഈ വാർത്ത പുറത്തുവന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുസ്ലിം വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്നുവെന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ആരോപണങ്ങൾക്കിടയിലാണ് ഇത്തരം പ്രചാരണം. ഫ്രഞ്ച് സർക്കാർ വിസ റദ്ദാക്കിയവരിലൊരാൾ പാക് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷുജാ പാഷയുടെ സഹോദരിയാണെന്നും അവർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ സന്ദർശിക്കാനാണ് ഫ്രാൻസിലെത്തിയതെന്നുമാണ് വ്യാജ ട്വിറ്റർ പോസ്റ്റിലെ ഉള്ളടക്കം. കാര്യമൽപ്പം ഗൗരവമുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥയും തേടേണ്ടതുണ്ട്. പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഫ്രാൻസിലെ പാകിസ്ഥാൻ എംബസി തന്നെ വ്യക്തമാക്കി. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ട്വീറ്റ് പുറത്തുവന്നത്. പാരീസിൽ സ്ഥിതി ചെയ്യുന്ന എംബസിക്ക് ഒരു ട്വിറ്റർ അക്കൗണ്ട് മാത്രമേയുള്ളൂ. സമാനമായ രീതിയിൽ കാണപ്പെട്ട അക്കൗണ്ടും ട്വീറ്റും വ്യാജമാണ്. മതേതര മൂല്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നിലപാട്. മതതീവ്രവാദത്തോടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഏതെങ്കിലും മതത്തോടുള്ള എതിർപ്പാണെന്ന് വ്യാജ വാർത്തകളിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ഹരിയാനയിലെ സോനിപട്ടിലെ വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 20ആയി. നിരവധി പേരുടെ മരണത്തിന് കാരണമായ അപകടമുണ്ടായത് ചൊവ്വാഴ്ച. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി ഹരിയാന പോലീസ്. ആംബുലൻസ് പീഡന കേസിൽ പ്രതി നൌഫലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നവംബർ 10-ാം തീയതിയിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ നൽകിയിരുന്നത് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കെ സുരേന്ദ്രനെതിരെ ബി.ജെ.പിയിൽ പടയൊരുക്കം. അസംതൃപ്തരുടെ പരാതികൾ കോർ കമ്മിറ്റിയിൽ ഉന്നയിക്കാൻ കൃഷ്ണദാസ് പക്ഷം. നീക്കം ശോഭാ സുരേന്ദ്രൻ, പി.എം. വേലായുധൻ, കെ.പി. ശ്രീശൻ എന്നിവരുടെ പരസ്യ പ്രസ്താവനയ്ക്ക് പിന്നാലെ വി. മുരളീധര പക്ഷത്തിന് പാർട്ടിയിൽ അമിത പരിഗണനയെന്ന ആക്ഷേപം ശക്തമാക്കും. കേന്ദ്രത്തിന് വീണ്ടും പരാതി നൽകി ശോഭാ സുരേന്ദ്രനും കൂട്ടരും. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജിയാണ് തള്ളിയത്. ജാർഖണ്ഡിലെ സ്കോളർഷിപ്പ് അഴിമതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പദ്ധതിയിൽ 61 കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം.